നമുക്ക് ആ കടയിൽ കയറാം. അതുകൊണ്ടാ അവിടെ ഒരു കടയില്ല, അവിടെ പോ. അതെന്താ ഇവിടെ കയറിയാല്? ഇവിടെ ഒരു രസമല്ല, അവിടെ നല്ല രസമാണ്. ഇവിടെ നല്ല രസമുണ്ടല്ലോ. അല്ല, അത് മാത്രല്ല, അവിടെ GST ഇല്ല, ഇവിടെ GST ഉണ്ട്. അതൊക്കെ ഇപ്പൊ എല്ലാ കടയിലും ഉള്ളതല്ലേ? അങ്ങനല്ല, അവിടെ സ്മോൾ സ്കെയിൽ ആയിട്ടാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് അവിടെ ആനുവൽ ഇൻകം GST രജിസ്ട്രേഷന്റെ പരിധിനേക്കാളും കുറവായിരിക്കും. പിന്നെ നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് അവിടെ പോവാം. വാതിൽ മെല്ലെ തുറന്നൊരു നാളിൽ അറിയാതെ വന്നിൻ ജീവനിലേറിയതാരോ. ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ ചായയുടെ വിളിയാണ്. ചായ കൊള്ളാം. അല്ല, നീ ഇതെങ്ങോട്ടാ? വണ്ടി എടുക്കാൻ. വണ്ടി ഒന്നും എടുക്കണ്ടായിരുന്നു, നമുക്ക് ചുമ്മാ ഇങ്ങനെ നടക്കാൻ. പെട്രോളൊക്കെ എന്താ വില? അല്ല, പെട്രോളിനെ വില കൂടുതലാ. അതിനിപ്പോ എന്താ, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനല്ലേ പെട്രോള്. ഇപ്പത്തെ ഒരു സ്ഥിതി വെച്ച് മൊത്തത്തിൽ ഭയങ്കര കൂടുതലാ. ആഗോള വിപണിയിൽ കൂടുതൽ വില കൂടി, പിന്നെ ഇപ്പൊ യുദ്ധം, അങ്ങനെ കുറെ കാര്യങ്ങളാ. നമുക്ക് നല്ല നടന്നാ പോലെ. ഇതിപ്പോ കൊറേ നേരമായില്ല നടക്കുന്ന. എന്നാ വാ, നമുക്കത് അവിടെ. ഞാൻ ഇന്നലെ ഒരു റീല് കണ്ടേ, 399 രൂപയ്ക്ക് ഡ്രസ്സ് സ്റ്റാർട്ടിങ്. നമുക്കിനി അവിടെ ഒന്ന് പോയാലോ? ഇതാ നിങ്ങളുടെ കുഴപ്പം. ഇനി 399 രൂപ ഡ്രസ്സ് നമ്മൾ 400 രൂപ എടുത്ത് കൊടുക്കാം. ഒരു രൂപ തിരിച്ചു തരുമോ? ഇനി നമ്മൾ ചോദിച്ചാലോ എന്തെങ്കിലും ഒരു രൂപ മിട്ടായിട്ട് തരുമോ? ഇതൊക്കെ ഒരു തരം ബിസിനസ് സ്ട്രാറ്റജിയാണ്. എന്തുപറ്റി? അല്ല, താൻ എപ്പോഴും ഇങ്ങനെയാണോ? എല്ലാം ഇങ്ങനെ കണക്ക് കൂട്ടി? ഇത് കണക്കൂട്ടലൊന്നും അല്ലടോ, ഇത് കൊമേഴ്സ് അല്ലേ. ലൈഫിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നല്ലേ നല്ലത്.